എറണാകുളത്ത് വീണ്ടും ഒരു പുതിയ തിയേറ്റർ കൂടി വരുന്നു. പക്ഷേ ഈ തിയേറ്റർ വരുന്ന സ്ഥലത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന ഈ ലൊക്കേഷൻ. പക്ഷേ നമ്മളിപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് സിനിമ കാണണം എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്തൊരു തിയേറ്റർ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ കുറേ കാലങ്ങളായിട്ടുള്ള ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അതിന് ഒരാശ്വാസം എന്നോണം, ആശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആശ്വാസം എന്നോണം ഒരു പുതിയ തിയേറ്റർ വരുന്നു. ഇനി ഞാൻ ആ സ്ഥലത്തിനെ ഒന്ന് പ്രിസൈസ് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം, യെസ്, കാക്കനാട്. കാക്കനാടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അറിയാലോ, വളരെ തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ്. ഇൻഫോ പാർക്കും അതുപോലെ തന്നെ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളും കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കാക്കനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇത്രയധികം വർഷങ്ങളായിട്ട് പോലും നമ്മുടെ കാക്കനാട് ഒരു തിയേറ്റർ ഇല്ല എന്നുള്ളത് ഒരു വലിയ വലിയ പോരായ്മ തന്നെ ആയിരുന്നു. ഇത്രയും കാലമായിട്ട് ഇത്രയും ഒരു പ്രൈം ലൊക്കേഷനിൽ ഒരു തിയേറ്റർ വരാതിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്തോ ഈ കാക്കനാട് ജോലി ചെയ്യുന്നവരും അതുപോലെ അവിടെ താമസിക്കുന്ന ആൾക്കാരും ഒക്കെ പുതിയ പുതിയ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത്, പുതിയ സിനിമകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ നിന്ന് മികച്ച സിനിമകളും അതുപോലെ തന്നെ തിയേറ്ററിലേക്കുള്ള ആ ഒരു തള്ളിക്കയറ്റമൊക്കെ ആദ്യത്തെ ആഴ്ചകളിൽ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമകൾ വരുന്ന സമയത്ത് ഈ കാക്കനാടുള്ള ആൾക്കാർ സിനിമ കാണുന്നത് നമ്മുടെ തൃപ്പൂണിത്തറയൊക്കെ പോയിട്ടാണ്. അല്ലെങ്കിൽ അവർ PVR പോകും, നമ്മുടെ ലുലുവിൽ പോകും, അല്ലെങ്കിൽ വനിതാ വനിതയിലൊക്കെ പോകും. ഇതൊക്കെയാണ് നിയറസ്റ്റ് ആയിട്ടുള്ള തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ യാത്ര ചെയ്തിട്ടൊക്കെ വേണം പോകാനായിട്ട്. അപ്പം ഇത്രയും ഒരു പ്രൈം ലൊക്കേഷനിൽ എന്തുകൊണ്ടൊരു തിയേറ്റർ വന്നില്ല? അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റിക്കൊണ്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ, പ്രൊഡ്യൂസർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ തിയേറ്റർ, അദ്ദേഹത്തിൻ്റെ തിയേറ്റർ എന്ന് പറയുമ്പോൾ അറിയാലോ, യെസ്, മാജിക് ഫ്രെയിംസിൻ്റെ ഒരു പുതിയ വലിയ മൾട്ടിപ്ലക്സ് നമ്മുടെ കാക്കനാട് വരാൻ പോവുകയാണ് കേട്ടോ. സാധാരണ മാജിക് ഫ്രെയിംസിൻ്റെ തിയേറ്ററുകൾ വരുന്ന സമയത്ത് അവർ അധികം അങ്ങോട്ട് കൊട്ടിഘോഷിക്കാറില്ല. പക്ഷേ ഇപ്രാവശ്യം ഈ ഒരു തിയേറ്റർ വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞിരിക്കുന്നത് ഇത് മാജിക് ഫ്രെയിംസിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ് എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഈ മാജിക് ഫ്രെയിംസിൻ്റെ തിയേറ്ററുകളെ മൊത്തത്തിലൊന്ന് നോക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പുതിയ ഷോപ്പിംഗ് മാളുകളിലൊക്കെ ആയിട്ട് ഒരുപാട് മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ അവർ ഓപ്പൺ ചെയ്ത് ഇതിങ്ങനെ പോകുന്നുണ്ട്. അവിടെയൊക്കെ മികച്ച പ്രൊജക്ഷനും മികച്ച സൗണ്ടും ഒക്കെ കൊടുത്താണ് പോകുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഉയർന്നു വരുന്ന ഒരു വലിയ പരാതി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ മാജിക് ഫ്രെയിംസിന് ഐക്കോണിക് ആയിട്ടുള്ള തിയേറ്ററുകൾ ശരിക്കും പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്കിപ്പോൾ കോഴിക്കോട് നോക്കുകയാണെങ്കിൽ അപ്സര തിയേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ തിരൂർ മാജിക് ഫ്രെയിംസ് കയാം തിയേറ്റർ ഉണ്ട്. പക്ഷെ അതൊക്കെ ഏറ്റെടുത്ത് നടന്ന തിയേറ്ററുകൾ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ബ്രാൻഡിന്റെ കീഴിൽ വളർന്നു വന്ന ഒരു ഐക്കോണിക് തിയേറ്റർ എന്ന് പറയാനായിട്ടുള്ള ഒരു തിയേറ്റർ ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഇപ്പോൾ നമ്മൾ മറ്റ് ജില്ലകളിലെ പ്രമുഖ തിയേറ്ററുകളൊക്കെ പറയുന്ന പോലൊരു തിയേറ്റർ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇത്രയും വർഷമായിട്ട് പറയാനായിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞാണല്ലോ, ഒരു പരാതി എപ്പോഴും ഉയർന്നു വരുന്നു എന്നുള്ളത്. അതെന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് സ്ക്രീനിൻ്റെ സൈസ് തന്നെയാണ്. പ്രത്യേകിച്ച് മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ ഓപ്പൺ ചെയ്യുന്ന സ്ക്രീൻ സൈസ് വളരെ ചെറിയ സ്ക്രീനുകളാണ് മാജിക് ഫ്രെയിംസ് ഇങ്ങനെ കൊടുത്ത് മുമ്പോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു വലിയ പരാതി ഉണ്ട് കേട്ടോ. ഇപ്പോൾ അപ്സര തിയേറ്ററിലും കയാം തിയേറ്ററിലൊക്കെ വലിയ സ്ക്രീനാണ്, പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ അതൊക്കെ അവർ ഏറ്റെടുത്ത് നടത്തുന്ന തിയേറ്ററുകളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മാജിക് ഫ്രെയിംസിൻ്റെ മുന്നിലേക്ക് വെക്കാനുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്, സ്ക്രീൻ സൈസ് വലുതാക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ തിയേറ്ററിൻ്റെ, അതായത് കാക്കനാട് വരാൻ പോകുന്ന തിയേറ്ററിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മൊത്തം 4 സ്ക്രീനോട് കൂടിയ ഒരു വലിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ തന്നെയാണ് മാജിക് ഫ്രെയിംസ് പ്ലാൻ ചെയ്യുന്നത്. അതും 1000-ന് മുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള, 1000-ന് മുകളിൽ എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തിയേറ്ററിൽ നമുക്ക് ഒരു വലിയ സ്ക്രീൻ അവർ തരണം എന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്. അതുമാത്രമല്ല, എന്തായാലും മാജിക് ഫ്രെയിംസ് പ്രൊജക്ഷൻ്റെ കാര്യത്തിൽ, സൗണ്ടിൻ്റെ കാര്യത്തിൽ എന്തായാലും അവർ കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. അപ്പോൾ എന്തായാലും ഒരു 4K ലേസർ പ്രൊജക്ഷൻ, ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊജക്ഷൻ തന്നെ വെക്കട്ടല്ലേ, എന്തായാലും അത് വെക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെ സൗണ്ട് ഫോർമാറ്റ് എന്തായാലും ഡോൾബി അറ്റ്മോസ് ആയിരിക്കും, അല്ലെങ്കിൽ DTS6 അവർ മാറുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി എന്നാണ് ഈ തിയേറ്റർ ഓപ്പൺ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ തറക്കല്ലിടുന്നതിൻ്റെ ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓക്കെ, അപ്പോൾ തറക്കല്ലിട്ടതേ ഉള്ളല്ലേ, അപ്പോൾ ഇനി എന്തായാലും 2-3 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ തുറക്കത്തോളൂ എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തെറ്റി. ഈ വർഷം ക്രിസ്മസിന് തന്നെ, അതായത് ഈസ്റ്ററിനാണെന്ന് തോന്നുന്നു അവർ തറക്കല്ലിട്ടത്. ഈസ്റ്ററിന് തറക്കല്ലിട്ട് ക്രിസ്മസിന് അവർ ഉയർത്തെഴുന്നേൽക്കും. അതായത് ഈ 2025 ക്രിസ്മസോട് കൂടിയിട്ട്
നമ്മുടെ ഈ ഒരു മാജിക് ഫ്രെയിംസിന്റെ പുതിയ തിയേറ്റർ കാക്കനാട് ഉയർന്നു പൊങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇൻഫോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് അനിയന്മാരും ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ക്രിസ്മസിന് ഇറങ്ങുന്ന പുതിയ ഹിറ്റ് സിനിമകളൊക്കെ അവിടെ പോയിട്ട് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ് കേട്ടോ. യെസ്, അപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ്. ഇനി ഇത് മാത്രമല്ല, കാക്കനാട് വേറെ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ കൂടെ വരുന്നുണ്ട്. പക്ഷേ അതിന് അത്യാവശ്യം സമയം എടുക്കാതൊക്കെ നമുക്ക് വഴിയെ പറയാം.